I swear that I'm gonna try to be a good boy. അയർലൻഡിനെതിരെയുള്ള വേൾഡ് കപ്പ് ക്വാളിഫയർ മാച്ചിന് മുന്നേയുള്ള പ്രസ് കോൺഫറൻസിൽ CR7 പറഞ്ഞതായത് ഐ ട്രൈ ടു ബിക്കം എ ഗുഡ് ബോയ്. എന്നിട്ടെന്താ മാച്ചിൽ ഉണ്ടായത്? 60-ാം മിനിറ്റ് എന്തോ ആയപ്പോ ഒരുത്തനെ കുത്തി റെഡ് കാർഡ് വാങ്ങി കേറിപ്പോയി ഇയാള്. സംഭവം റെഡ് കാർഡ് വാങ്ങിയില്ലോ ഫൗൾ വെച്ചില്ലോ ഒന്നും എനിക്ക് കുഴപ്പമില്ല കേട്ടോ. പക്ഷേ എടാ ഈ ഒരു സിറ്റുവേഷന്റെ കോൺസിക്വൻസസ് കണ്ടോ? മുഴുവൻ CR7 തന്നെ അനുഭവിക്കണം. ഒരു തരത്തിലും നമുക്ക് എന്താ പറയാ ഇത് ചെയ്തത് നന്നായി എന്ന് പറയാൻ പറ്റൂല. മുംബൈക്കെതിരെ സന്ദീപ് സിംഗ് ഒരു ആവശ്യമില്ലാത്തൊരു റെഡ് കാർഡ് വാങ്ങി ടീമിനെ മൊത്തത്തിൽ കുളം തോണ്ടിച്ചില്ലേ? ഏകദേശം അതേപോലെ ഒരു സിറ്റുവേഷനാ. ഐ മീൻ പോർച്ചുഗൽ ഓൾറെഡി കുളം തോണ്ടി നിൽക്കുക, 2-0 തോറ്റ് നിൽക്കുന്ന സമയത്തിലാണ് അണ്ണന്റെ ഈ ഒരു കഴപ്പ്. ഒരാവശ്യമില്ലാത്ത റെഡ് കാർഡ്. അതിന്റെ ഏറ്റവും വലിയൊരു കോൺസിക്വൻസ് എന്താണെന്നറിയോ? 2 മാച്ച് സസ്പെൻഷൻ മിനിമം. കാരണം വയലന്റ് കണ്ടക്ട് ആയിട്ടാവും ഈ ഒരു സംഭവത്തിനെ എല്ലാവരും നോക്കിക്കാണുക. 2 മാച്ച് സസ്പെൻഷൻ എന്ന് പറയുമ്പോൾ ആളുടെ പോർച്ചുഗലിനോടൊപ്പമുള്ള ഫൈനൽ വേൾഡ് കപ്പ് ക്വാളിഫയർ, അതിൽ ആള് 2-0 തോറ്റു, പ്ലസ് ഒരു റെഡ് കാർഡ് കിട്ടി. അതിനു പുറമെ വേൾഡ് കപ്പിന് ക്വാളിഫൈ ചെയ്ത ഫസ്റ്റ് മാച്ചിൽ ആൾക്ക് കളിക്കാനും പറ്റൂല. ആളുടെ ഫൈനൽ വേൾഡ് കപ്പ് അല്ലെങ്കിൽ പോർച്ചുഗലിനോടൊപ്പമുള്ള ആ ഒരു ഫൈനൽ മേജർ ടൂർണമെന്റ് മുഴുവൻ നെഗറ്റീവോടെയാണ് ആൾ സ്റ്റാർട്ട് ചെയ്യാൻ പോണത്. വേറൊരു കോമഡി എന്താണെന്നറിയോ? അർമേനിയനേറ്റും പോർച്ചുഗൽ ഒരു 4-5 ഗോളിനൊക്കെ ഇനി ജയിക്കും. അപ്പോ ആ ഒരു മറ്റേ നരേറ്റീവ് പിന്നെയും വരും. ഈ ഒരു പോർച്ചുഗീസ് സൂപ്പർ ടീമിന് CR7 ആവശ്യമില്ല. CR7 ആണ് ഈ ഒരു ടീമിനെ പിടിച്ചു വെക്കുന്നത്. അല്ലെങ്കിൽ CR7 ഉള്ളതുകൊണ്ടാണ് ഇവര് മര്യാദക്ക് കളിക്കാത്തതെന്ന് പറഞ്ഞിട്ട്. ഇതിനൊക്കെ ഉള്ള ആ ഒരു തിരി ആരാ കൊളുത്തുന്നത്? CR7ന്റെ ഓരോ അനാവശ്യമായ കഴപ്പുകൾ. എന്താ ഇപ്പൊ ചെയ്യാ? മറ്റേ PS മോർഗന്റെ ഇന്റർവ്യൂ എന്ന് തുടങ്ങിയതായത്. ഒന്ന് ഒരു സമാധാനത്തിൽ നിന്നൂടെ? വല്ല ആവശ്യമുണ്ടോ ഇതിന്റെയൊക്കെ?